എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ശ്ലോകം 15, 16, 17, 18 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അഭ്രമരഗീതം, മനോഹരമായ ഭ്രമരഗീതം തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. ദിവി ഭുവി ചരസായാം കാ സ്ത്രിയസ്തദ്ദുരാപ കപടരുചിരഹാസ ഭ്രൂവിജൃംഭസ്യയാസ്യു ചരണരജാ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അപി ച കൃപണപക്ഷേ. ഉത്തമ ശ്ലോക ശബ്ദ. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? നിന്റെ വിരഹ ദുഃഖം നിമിത്തം ക്ലേശിക്കുന്ന കൃഷ്ണൻ നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് പ്രസാദിപ്പിക്കാനായിട്ട് എന്നെ അയച്ചിരിക്കുകയല്ലേ എന്നാണ് നീ പറയണമെങ്കിൽ വണ്ടേ കേട്ടോളൂ. ആരെയും യഥാർത്ഥമായി സ്നേഹിക്കുകയില്ല ആ കണ്ണൻ. സ്നേഹിക്കുന്നുണ്ടെന്ന് മനോഹര മന്ദഹാസത്താലും പുരികക്കൊടികളുടെ ഇളക്കത്താലും എല്ലാവരെയും കപടമായിട്ട് അങ്ങോട്ട് ധരിപ്പിക്കും. ഇത്ര സാമർഥ്യമുള്ള നിന്റെ സ്വാമിക്കുണ്ടല്ലോ, 3 ലോകത്തിലുള്ള ഏത് സ്ത്രീകളെ കിട്ടാനും എന്താ പ്രയാസം? ആരെ വേണമെന്ന് വിചാരിക്കണ്ടോ അവരുടെ മുഖത്ത് നോക്കി ഒരു കള്ളപ്പുന്തിരി അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പൊ അവള് സ്വാധീനയായി. സർവ സമ്പത്തിന്റെയും അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മി ഏതൊരു പാദപത്മത്തെ നിരന്തരം ശുശ്രൂഷിക്കുന്നുവോ ആ പാദം സേവിക്കാൻ ഞാൻ അവകാശിയല്ല. അത്ര യോഗ്യതയൊന്നും എനിക്കില്ല. എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ മുമ്പ് സ്നേഹിച്ചു എന്നൊക്കെ എന്തിനാ എന്നൊക്കെ പറഞ്ഞത് എന്തിനാ എന്നാണെങ്കിൽ പറയാം കേട്ടോ. അത്യന്തം ദുഃഖിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ കുറിച്ച് മാത്രമേ ഉത്തമ പുരുഷൻ എന്ന് മഹാജനങ്ങൾ പറയുള്ളൂ. ആ പേരെടുക്കാൻ വേണ്ടിയിട്ടാ എന്നെ ഒരു കാലത്ത് സ്നേഹിച്ചത്, അല്ലാതെ പരമാർത്ഥ സ്നേഹമൊന്നുമല്ല. ഞാൻ ഉത്തമ ഒരു പുരുഷനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ട് എന്നെ സ്നേഹിച്ചതാ. യഥാർത്ഥമായിട്ട് സ്നേഹിച്ചതാണെങ്കിൽ ഇപ്പൊ ഉപേക്ഷിച്ചു പോവോ? അതാണ് ആ ഗോപസ്ത്രീ പറഞ്ഞതിന്റെ അർത്ഥം. വിസൃജ ശിരസി പാദം വേദ്മ്യഹം ചാടുകാരൈ അനുനയ വിദുഷസ്തേഭ്യത്യ ദൗത്യേർമുകുന്ദാൽ സുഹൃദൈഹ വിസൃഷ്ടാവത്യവത്യന്യലോകാ വിസൃജ അകൃതചേതാ കിന്നു സന്ധേയമസ്മിൻ. താമരപ്പൂ പോലെ വാസനയുള്ള ആ പാദമൂലത്തിൽ വീഴുന്ന വണ്ടിനെ പാദ നമസ്കാരം ചെയ്ത് സമാധാനിപ്പിക്കുന്നവൻ എന്നുള്ള വിചാരത്താല്, അങ്ങനെ ഉള്ള ഒരു വിചാരം കൊണ്ട് വണ്ടിനോട് ആ ഗോപസ്ത്രീ, വേറൊരു ഗോപസ്ത്രീ പറയാ, വണ്ടേ എന്റെ കാല് തൊടാതെ നീ വിട്ടുപൊക്കോ. മധുര ശബ്ദമൊക്കെ മാറ്റി. ശ്രീകൃഷ്ണന്റെ അടുത്തുനിന്നല്ലേ നീ വന്നിരിക്കണത്. കൃഷ്ണന്റെ പഠിപ്പും ആ വഞ്ചനയൊക്കെ നിനക്ക് നല്ലോണം അറിയാം. നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാനേ ആ ശ്രീകൃഷ്ണനെ പോലെ നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് എന്റെ അടുത്ത് ഫലിക്കില്ല കേട്ടോ. എന്തുകൊണ്ടെന്നാ, നിന്റെ സ്വാമിയെ കാര്യമായി കരുതി മക്കളെയും ഭർത്താവിനെയും ധർമാചാരത്താൽ സമ്പാദിക്കാൻ കഴിയുന്ന സ്വർഗാദികളായ പരലോകങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചു. ആ കൃതജ്ഞനായ കൃഷ്ണൻ എന്നെയും ഉപേക്ഷിച്ചു. അതായത് ദ്വയാർത്ഥത്തിലാ പറയണേ, കൃതങ്ങളായ പുണ്യാപുണ്യ കർമ്മങ്ങളെയൊക്കെ നശിപ്പിച്ച് പരമപദം നൽകുന്നവനായതുകൊണ്ട് ആ കൃതജ്ഞൻ എന്ന വിശേഷണം ഭഗവാന് കൊടുത്തു. ഈ കാര്യത്തിൽ ഇനി വേറൊന്നും പറയാനില്ല. നീ നിന്റെ പാട്ടിന് പൊക്കോ, എന്റെ കാൽ വീഴൊന്നും വേണ്ട. പണ്ടേ വേഗം സ്ഥലം വിടും എന്ന് പറയണ മാതിരി. മൃഗയുരിവ കപീന്ദ്രം വിവ്യഥേ ലുബ്ധധർമ്മ സ്ത്രീയമകൃത വിരൂപാം സ്ത്രീജിത കാമയാനാം ബലിമപി ബലിമത്വാവേഷ്ടയൽ ത്വാക്ഷവല്യ
തദലമസതി സഖ്യേ ദുസ്ത്യജ തൽകഥാർത്ഥ. ശ്രീകൃഷ്ണന്റെ ആ ഇതിനു മുമ്പ് ചെയ്ത കർമ്മങ്ങളൊക്കെ ആലോചിക്കുമ്പോഴും ഭയമാവണം. ഇങ്ങനെ ഈ കറുത്ത നിറക്കാര് മുതൽ ഇങ്ങനെയുള്ള മലിന കർമ്മങ്ങൾ ചെയ്യുന്നവരും, ഈ കറുത്ത നിറക്കാര് മുഴുവനും ഇങ്ങനെയുള്ള ദുഷിച്ച കർമ്മങ്ങൾ ചെയ്യണവരാണോ എന്നൊരു ശങ്ക എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. വണ്ടേ, നീയും കറുത്തവൻ തന്നെയല്ലേ? നിന്റെ സ്വാമിയായ കൃഷ്ണനും കറുത്തവൻ. ഈ കൃഷ്ണൻ ഇതിനു മുമ്പും ശ്രീരാമാദി രൂപങ്ങൾ സ്വീകരിച്ചവനാ. അന്നും ശ്യാമള നിറം തന്നെ. ഈ കറുത്ത നിറമുള്ളവരുടെ സഖ്യം ഇനി വേണ്ട, ഞങ്ങൾക്ക് ഉണ്ടായിടത്തോളൊക്കെ മതി. ഈ കൂട്ടരെ എപ്പോഴും ക്രൂരകർമ്മം ചെയ്യുന്നവരാ. ശ്രീരാമാവതാരത്തിലെ വേടനെ പോലെ മറഞ്ഞു നിന്ന ബാലിയെ അമ്പെയ്ത് കൊന്നില്ലേ? പക്ഷേ വേടൻ മാംസഭക്ഷകനാണ്. അവന്റെ പ്രവൃത്തിയിൽ അത്ര പാപമില്ല എന്ന് വെക്കാം. ഒരു കുരങ്ങന്റെ മാംസം രാമൻ ഭക്ഷിക്കില്ല. യുദ്ധവീരനാണെന്നുള്ള ഭാവത്തിൽ കൊന്നതാണെങ്കിൽ നേരെ നിന്ന് യുദ്ധം ചെയ്ത് കൊല്ലേണ്ടതല്ലായിരുന്നോ? അത് ചെയ്യാണ്ട് മറഞ്ഞു നിന്ന് അമ്പ വെച്ചു. ആ പ്രവൃത്തി അധർമ്മല്ലേ? പിന്നെയോ തന്റെ ഭാര്യയായ സീതയുടെ പേരിലുള്ള അനുരാഗാധിക്യ നിമിത്തം ശൂർപ്പണഖയുടെ നാസികയും കാതുകളെയും ഛേദിച്ച് വിരൂപയാക്കിയില്ലേ? സ്ത്രീ ഹിംസ തന്നെ മഹാപാപം. അതിലും വിശേഷിച്ച് അവൾ ശ്രീരാമനെ സ്നേഹിച്ചു വന്നവളാണ്. ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിച്ചു വന്നവളാണ്. അവളെ സ്വീകരിച്ചില്ലെങ്കിൽ പോട്ടെ, വിരൂപയാക്കിയത് മഹാകഷ്ടല്ലേ? ആട്ടെ, ക്ഷത്രിയന്മാര് സ്വതേ ക്രൂര സ്വഭാവികളാണ്. അതുകൊണ്ട് ഇത് രണ്ടും ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ അവതരിച്ച ആ വാമനമൂർത്തിയും ശ്യാമള നിറം തന്നെ ഉള്ളവനായിരുന്നു. അദ്ദേഹം ഇതുപോലെ ചെയ്തില്ലേ ക്രൂര പ്രവൃത്തി? സമീപത്ത് വന്നപ്പോ മഹാബലി അദ്ദേഹത്തെ എത്ര ഭക്തിയോട് കൂടിയിട്ടാണ് സൽക്കരിച്ചത്. ആ സൽക്കാരത്തൊക്കെ നന്നായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചു. കാക്കകള് ബലിയെടുത്തു കഴിഞ്ഞ ശേഷം പിണ്ടം വെച്ചവനെ വളഞ്ഞു കൂടും പോലെ പൂജ സ്വീകരിച്ച ശേഷം മഹാബലിയെ അങ്ങോട്ട് ബന്ധിച്ചു. സ്വർഗലോകാധിപത്യം കാക്ഷിച്ച് യാഗം ചെയ്ത് ആ മഹാബലിയെ പാതാള ലോകത്തിലേക്ക് അയച്ചില്ലേ? ഇങ്ങനെ നോക്കുമ്പോ ഈ കറുത്ത വർണ്ണക്കാരുടെ സ്നേഹം ഇനി മതി, ഞങ്ങൾക്ക് മതി മതി മതി. എന്നാലും ആ വാൽമീകി മുതലായ കവികൾ അവരുടെ കഥാവർണ്ണനം ചെയ്തിരിക്കണമല്ലോ എന്നാണ് നീ പറയണതെങ്കിൽ അതിന് സമാധാനം പറയാൻ ഞാൻ ശക്തിയല്ല. ആ രാമാദികളുടെ കഥാസാരം മഹാകവിയായ വാൽമീകി മുതലായ മഹർഷിമാരുടെ മനസ്സിനെ മോഹിപ്പിച്ചു. അവർക്ക് ദോഷങ്ങളെ കുറിച്ച് യാതൊന്നും പറയാൻ സാധിച്ചില്ല, ഗുണങ്ങളെ കുറിച്ച് തന്നെ കീർത്തിച്ചു. അതുകൊണ്ടാ അങ്ങനെ ഇരിക്കെ അബലയായ ഞാൻ അവന്റെ കഥയിൽ രമിച്ചതില് കുറ്റപ്പെടുത്താൻ ന്യായമുണ്ടോ? അപ്പോഴേക്കും അങ്ങനെ പാവം ആ ശ്രീകൃഷ്ണന്റെ കഥാരസം സ്മരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യട്ടെ? അപ്പോഴേക്കും മാറ്റി പാവം ആ ഗോപിക. യദനു ചരിതലീലാ കർണപീയൂഷ വിപ്രു സഹൃദ അദന വിധൂത ദ്വന്ദ്വധർമാ വിനഷ്ട സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീന ഭഗവൈഹ വിഹംഗ ശുചര്യാം ചരന്തി. വണ്ടേ, നിന്റെ സ്വാമി അതികഠിനം തന്നെയാണ്. അവന്റെ കഥ കേൾക്കുന്നവര് കൂടി മഹാകഠിനന്മാരായി ഭവിക്കുന്ന അനുഭവം ലോകത്തിലെ എത്രയോ സുലഭ. എങ്കിലും അത് കേൾക്കണ്ട എന്ന് ഉറച്ചിരിക്കാനും സാധിക്കണില്ലല്ലോ. എന്താ ചെയ്യും പറഞ്ഞിട്ട് പറയണ ആ ഗോപശ്രീ. ശ്രീകൃഷ്ണന്റെ എല്ലാ പ്രവൃത്തികളും മനസ്സിനെ ആകർഷിക്കുന്നവയാണ്. അതുകൊണ്ട് അത്യാനന്ദം നൽകുന്ന ലീലകൾ പോലെയാണ്. അത് കേൾക്കുന്നവർക്ക് കർണത്തിൽ അമൃതധാര വീഴും പോലെ ആനന്ദ അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് സുഖം, ദുഃഖം, മാനം, അപമാനം, രാഗം, ദ്വേഷം, ശീതം, ഉഷ്ണം ഇന്നിങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഭാവനകളൊന്നും ആ കൃഷ്ണകഥകൾ കേൾക്കുന്നവർക്ക് ലേശവും ഉണ്ടാകണമെന്നില്ല. എന്തിനധികം പറയുന്നു, കൃഷ്ണന്റെ കഥാമൃതത്തിന്റെ ഒരു തുള്ളി ഒരിക്കൽ കൂടി കേൾക്കുന്നവർക്ക് ശരീരഭാവന കൂടി ഇല്ലാതാവുന്നു. അവര് അചേതനന്മാരെ പോലെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്തവരായി ഭവിക്കുന്നു. അവരുടെ ഭാര്യാപുത്രാദികൾ എത്ര തന്നെ കഷ്ടത്തിലാകപ്പെട്ടിരിക്കുന്നവരായാലും അവരുടെ പേരിലുള്ള സ്നേഹം മുഴുവൻ അങ്ങോട്ട് നശിക്കുകയാണ്. ഈ കൂട്ടർക്ക് ലോകസുഖാനുഭവത്തിൽ ലേശവും ആഗ്രഹം ഉണ്ടാവുന്നില്ല. ഉടനെ ഭാര്യാപുത്രാദികളെയും ഗൃഹത്തെയും ഉപേക്ഷിച്ച് പക്ഷികളെ പോലെ കാടുകളിലോ മറ്റോ സഞ്ചരിച്ച് ഭിക്ഷയാചിച്ച് ശരീരധാരണത്തിന് വേണ്ടുന്ന ആഹാരം മാത്രം അല്പം കഴിച്ച് സഞ്ചരിക്കുന്നു. അതിനാൽ നിന്റെ സ്വാമിയുടെ കഥ ധർമാർത്ഥ കാമ എന്ന 3 പുരുഷാർത്ഥങ്ങളെയും നശിപ്പിക്കുന്നതായതുകൊണ്ട് ആ കഥ കേൾക്കുന്നവർ വളരെ സൂക്ഷിക്കണം.
എന്തു ചെയ്യാം പറയണ ഗോപി. എന്നാലും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനിതെല്ലാം പറയണു. അങ്ങനെയുള്ള ഒരു നിന്ദാർത്ഥത്തിലാണ് ശ്രീകൃഷ്ണ കഥ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പരമാർത്ഥം അതാണ്. അത് സ്പഷ്ടാക്കിയിട്ട് പറയാണ് ആ ഗോപസ്ത്രീ. മറ്റൊരു കഥയ്ക്കും ഇത്ര യോഗ്യതയില്ല. ഇത് അല്പമെങ്കിലും ആർ കേൾക്കുന്നുവോ അവര് ഹംസപക്ഷികളെ പോലെ അസാധാരണമായ സംസാര ദുഃഖത്തെ നിസ്സാരമായി കരുതി പരമപുരുഷാർത്ഥമായ മോക്ഷം പ്രധാനമായി കാക്ഷിച്ച് ഭാര്യാപുത്രാദി ബന്ധങ്ങളിൽ നിന്ന് മുക്തന്മാരായി പരമഹംസന്മാരായി ഭവിച്ച് ദേഹപാതം വരെ ഭിക്ഷചര്യ കൊണ്ട് പ്രാണധാരണം ചെയ്ത ശേഷം അവസാനം സായുജ്യം പ്രാപിക്കുന്നു. ഇത്ര മഹിമയുള്ള കൃഷ്ണകഥ ഗാനം ചെയ്യാതിരിക്കാൻ വിവേകം ലേശമുള്ളവർക്ക് സാധിക്കില്ല. കേവലം രാഗദ്വേഷാദി ദ്വന്ദ്ധർമ്മങ്ങളിൽ മുങ്ങിയവരുകൂടി ശ്രീകൃഷ്ണകഥാലേശ ശ്രവണത്താൽ സംസാരമുക്തരായി ഭവിക്കുന്നു. ആ കഥ കേൾക്കുന്നവര് മറ്റു കഥ കേൾക്കുന്നവരെ പോലെ നശിക്കണില്ല. അവരുടെ ജീവിതം തന്നെ സഫലം. ആ കഥ ഉപേക്ഷിക്കാൻ ഞാൻ ആസക്തയാകണു. അതാണ് ആ ഗോപശ്രീ പറഞ്ഞ എന്റെ സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.